മയിലുകളുടെ വർധനവ് വരാൻ പോകുന്ന ആപത്തിന്റെ സൂചനയാണ്. ഈ അടുത്ത കാലത്ത് കേരളത്തിൽ 200% മയിലുകളുടെ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് മധ്യ കേരളത്തിൽ നിന്ന് വടക്കൻ ജില്ലകളിലേക്കാണ് മയിലുകൾ ഇതുപോലെ ഏറ്റവും കൂടുതൽ വർധനവ് കാണപ്പെടുന്നത്. ഇത് കേരളത്തിൽ മാറി വരുന്ന കാലാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഇവയെപ്പറ്റി പഠനം നടത്തിയ സുവോളജിസ്റ്റുകളുടെ അഭിപ്രായം. മയിലുകൾ കൂടിയാൽ നമ്മുടെ നാട്ടിലെ പച്ചപ്പ് കുറയുന്നു, ഇവർ കൃഷിയെല്ലാം നശിപ്പിക്കുന്നു, കാലക്രമേണ നമ്മുടെ നാട് വരൾച്ചയിലേക്ക് മാറിക്കൊണ്ടിരിക്കുമെന്നും ഈ സയന്റിസ്റ്റുകൾ അഭിപ്രായപ്പെടുന്നു. മയിൽ നമ്മുടെ ദേശീയ പക്ഷി എന്നുള്ള പ്രൊട്ടക്ഷനിൽ മയിലുകളെ ആരും വേട്ടയാടുന്നില്ല. അതുപോലെ തന്നെ പണ്ടൊക്കെ ഒരു മയിലിനെ കാണണമെങ്കിൽ നമ്മൾ സൂവിലൊക്കെ പോണമായിരുന്നു. ഇപ്പോൾ നാട്ടിലെങ്ങും സുലഭമായി മയിലുകളെയാണ് ധാരാളം കാണുന്നത്. മനുഷ്യന് അപകടം വരുത്തുന്നു. കൃഷിക്ക് വിളവ് നശിപ്പിക്കുന്നത് പോലെ തന്നെ മനുഷ്യനും അപകടം വരുത്തുന്നു. ബൈക്ക് യാത്രക്കാരൊക്കെ സഞ്ചരിക്കുമ്പോൾ ഇവർ പറന്നിറങ്ങുമ്പോൾ അവരുടെ മേൽ വന്ന് തട്ടി അപകടങ്ങൾ ഉണ്ടാക്കുന്നു, മരണം വരെ സംഭവിക്കുന്നു. വളരാൻ അനുയോജ്യമായ ആവാസ വ്യവസ്ഥയാവുമോ വടക്കൻ ജില്ലകൾ എന്ന് ഒരു പേടിപ്പെടുത്തുന്ന ഒരു പഠനവും ഇതോടൊപ്പം തന്നെയുണ്ട്. ഒരു മരുവൽക്കരണത്തിലേക്കാണോ ഇവിടെ പോക്ക് എന്നാണ് അവർ സംശയം പ്രകടിപ്പിക്കുന്നത്. പറമ്പുകളിൽ കൃഷിയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ കൃഷികളെല്ലാം തന്നെ കൊത്തി തിന്നുന്നു, ഇത് നാശമാക്കുന്നു. നാട്ടിലൂടെ സുലഭമായാണ് ഇപ്പോൾ മൃഗങ്ങൾ, മയിലുകൾ, മലയണ്ണാൻ, അതുപോലെ കുരങ്ങുകൾ എല്ലാം തന്നെ പകൽ സമയങ്ങളിലും രാത്രിയാകുമ്പോൾ പന്നി, മാൻ, മുള്ളം പന്നി എല്ലാം കൂടെ പണ്ടുകാലങ്ങളിൽ മലയോര കർഷകർക്കാണ് പ്രശ്നമുണ്ടാക്കിയിരുന്നെങ്കിൽ ഇന്ന് നാട്ടിൻ പ്രദേശത്തിലെ കർഷകർക്കും ദുരിതം തന്നെയാണ് ഇവരിൽ കൊണ്ട്. മഴ സുലഭമായി പെയ്യുമ്പോൾ വരൾച്ചയെ പറ്റി പറയുമ്പോൾ എന്താ എന്ന് തോന്നും. പക്ഷേ വരാൻ പോകുന്ന കാലാവസ്ഥ വ്യതിയാനത്തിന്റെ സൂചനയാണ് ഇന്ന് നമ്മൾ ഈ കാണുന്ന മഴ തന്നെ. നമുക്ക് ഒരു മാസം കിട്ടേണ്ട മഴയാണ് ഒരാഴ്ച കൊണ്ട് നമുക്ക് ലഭിക്കുന്നത്. ഇത് തന്നെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലാകുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സംസ്ഥാനമായിട്ട് കൂടി നമ്മുടെ ഭൂഗർഭജലം വളരെയധികം താഴ്ന്നുകൊണ്ടിരിക്കുന്നു. ഇതും ഒരു പഠന വിഷയമാക്കേണ്ടതാണ്.